സ്വന്തം മകൾ ചതിച്ചുവെന്ന സങ്കടത്തിൽ മണ്ണെണ്ണയുമായി പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 60-കാരി. ഞാൻ കാർ വേണമെങ്കിൽ കാർ പിടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മുമ്പാ ഇനി ഞാൻ ഇരുന്ന് കച്ചവടം ചെയ്ത സ്ഥലം വരെ മോന് കാണിച്ചു തരാം. കണ്ട ഇത് കണ്ട കണ്ട എന്റെ കൂടെ വരാൻ ഒരുത്തരില്ല മക്കളെ. ഒരെണ്ണോ നടപടി എടുത്തിട്ടല്ലേ ഇവര് ഇറങ്ങടിയെന്ന് ഇല്ല, ഒന്നും കഴിച്ചില്ല മോന്. ഞാൻ വെള്ളം പോലും കുടിച്ചില്ല എന്റെ കൊണ്ടു നോക്കി. ഇന്നലെ തുടങ്ങി ഈ പോലീസുകാർ ഇത്രയും എന്നെ ഞെട്ടിയടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വർക്കല പുത്തൻചന്ത സ്വദേശിനിയായ സുധയാണ് നഗരൂർ പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യ ഭീഷണിയുമായി എത്തിയത്. കൈവശമുണ്ടായിരുന്ന മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ഇവരെ പോലീസ് തടയുകയായിരുന്നു. തനിക്ക് അച്ഛനമ്മമാരിൽ നിന്നും വിലയാധാരമായി ലഭിച്ച വസ്തു തന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പിന്മേലാണ് മകൾക്ക് നൽകിയതെന്ന് ശ്യാമള പറയുന്നു. അഥവാ വസ്തു വിൽക്കുകയാണെങ്കിൽ തന്റെ ജീവിത ആവശ്യങ്ങൾക്കായി 3 സെന്റ് വസ്തുവിന്റെ പൈസ നൽകണമെന്ന കരാറും നിലവിലുണ്ടായിരുന്നു. എന്റെ വസ്തു വിറ്റ് എനിക്ക് 2 സെന്റിന്റെ പൈസ തരാനായിട്ടാണ് ഞാൻ പോയത്. അപ്പ പൈസ തരൂല, കോടതി നിയമം മേടിക്കാൻ ഇവിടെ മേടിച്ച് തരാമെന്നും പറഞ്ഞാണ് എന്നെ ഇവിടെ വരുത്തിയത്. ഇവിടത്തെ എസ്ഐയും പോലീസും വരുത്തിയത് ഇവിടെ വരാൻ പറഞ്ഞാണ് വന്നത്. എന്റെ പിന്നിൽ ആരും നിൽക്കാനില്ല മോനെ. എനിക്ക് 2 മക്കളെ. ഈ വക എഴുതി കൊടുത്താവുന്ന മോനെ അടിച്ചിറക്കിയിരിക്കുന്നു. ഈ വക 2 തന്തേര ഓഹരി ഇവിടെ ഞാൻ കിടക്കുന്നിടത്തുണ്ട്. അത് 2 പേരും കൂടെ മടങ്ങി എനിക്ക് തരണം. തന്നാൽ മാത്രമേ എന്റെ പോക്കുരുവാൻ ഒക്കൂ. എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ. ആ വകയും വിറ്റവള് ഇവിടെ വിറ്റില്ലെന്ന് കാണിച്ച്, അല്ലെങ്കിൽ എന്റെ പെരേടം കൊണ്ട് കാണിച്ചു തരാം. എന്റെ സ്ഥലം വർക്കല. ഈ നഗര സ്റ്റേഷനിൽ വന്നത് ഈ പ്രശ്നത്തിന്റെ വേണ്ടി വന്നപ്പോ ഇവിടത്തെ എസ്ഐയും പോലീസും പറഞ്ഞു ഇവിടെ വരാൻ. ഇവിടെ വന്നപ്പോ അവരെ കൊണ്ട് എഴുതി വെച്ചിട്ട് വിട്ടു. അവര് തരൂലെന്ന് വിലക്ക് ചെയ്തെന്ന്. 3 സെന്റ് എനിക്ക് 3 സെന്റ് പൈസ തരാന്ന് പറഞ്ഞു മോനെ. ഇപ്പം 11 സെന്റ് തരാൻ എഴുതി കൊടുത്ത എങ്കിലും അതിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട് 3 സെന്റ് പൈസ വിൽക്കാൻ നേരത്ത് തരാമെന്ന്. ഈ വാക്കാലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബുദ്ധിയില്ല, എഴുതാൻ അറിഞ്ഞൂടാ, വായിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു മോനെ. മായ. മായയുടെ പേരും ബിനുവിന്റെ പേരിലുമാണ് എഴുതി കൊടുത്ത. മരുമോന്റെ വീട്ടിൽ, അവന്റെ വീട്ടിൽ ചെന്ന് കയറാക്കൂല, പീഡനം. നിങ്ങൾക്ക് ഇത് എഴുതി തിരിച്ചു കൊടുക്കാൻ നോക്കൂ. അപ്പൊ മോള് പറഞ്ഞു ഇനി കൊടുക്കാൻ ഒക്കൂലെന്ന്. ആ കൊടുത്ത വസ്തു എങ്ങനെ എനിക്ക് തരും? ആ പൈസ മതി, 3 സെന്റിന്റെ പൈസ മതി, ഇല്ലെങ്കിൽ 2 സെന്റിന്റെ പൈസ മതി. ഞാൻ കിടക്കുന്ന വസ്തു ഭർത്താവിൻ്റെതാണ്. ഭർത്താവ് കോവിഡ് വന്ന് മരിച്ചുപോയി. എനിക്ക് വേണ്ടത് ആ വസ്തു എന്റെ പേരിൽ 2 മക്കളും കൂടെ മടങ്ങിത്തരണം. എന്റെ ആവശ്യം അതാണ്. എന്നാൽ സ്വത്ത് കൈക്കലാക്കിയതോടെ മകളുടെ സ്വഭാവം മാറിയെന്നും സംരക്ഷിക്കുന്നതിന് പകരം വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നുമാണ് ഈ അമ്മയുടെ സങ്കടം. അംഗനവാടി ഹെൽപ്പറായി ജോലി നോക്കുന്ന മകളിൽ നിന്നാണ് തനിക്ക് ക്രൂരത നേരിടേണ്ടി വരുന്നതെന്ന് ശ്യാമള ആരോപിക്കുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയായ മകൾ തന്നെ ഇത്രമേൽ മാനസികമായി തകർത്തിട്ടും നീതി ലഭിക്കാൻ പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഇവർ വിസ്മയ ന്യൂസിനോട് പറഞ്ഞു. ഈ മോക്ക് ജോലി വരെയുണ്ട്, ഗവൺമെന്റ് ജോലി. അംഗൻവാടിയിലായിട്ട് ഗവൺമെന്റ് പണി. പുളിമുഖത്ത് ഞാൻ തിരുവോണത്തിരുന്ന് കച്ചവടം ചെയ്താണ് മോനെ. ഞാൻ ഒരു ഗുളിക മരുന്നും കഴിക്കുന്ന. എവിടെ ഇത് തരുമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നപ്പോ അവരുടെ മോളെന്നാരോ വിളിച്ചു പറഞ്ഞു ഇതൊന്നും നടക്കണ്ട, കൊടുക്കണ്ട, വിട്ടുകളയെന്ന്. ഞാൻ ഇനി ഈ മണ്ണെണ്ണയും കൊണ്ട് അവളെ വീട്ടിൽ തന്നെ പോകാൻ പോണു. ചാത്തട്ടെ കാര്യമുള്ളൂ സാറ്. നീതി തേടി പോലീസിനെത്തിയ തന്നോട് പോലീസ് ഉദ്യോഗസ്ഥർ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തതായി ശ്യാമള ആരോപിച്ചു. എന്നാൽ ഇത് കുടുംബപരമായ വിഷയമാണെന്നും തങ്ങൾക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നുമാണ് പോലീസിന്റെ മറുപടി. ഈ 3 സെന്റ് എന്നുള്ളത് 2 സെന്റിന്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം. എനിക്ക് കിട്ടണം. പോലീസ് സ്റ്റേഷന്റെ വർക്കല സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ അവളടുത്ത് പറഞ്ഞത് നിന്റെ അച്ഛനോ നിന്റെ ഭർത്താവോ ഉണ്ടാക്കിയല്ല, അവരച്ഛൻ അവർക്ക് കൊടുത്താണ്. നീ നേരെ 5 സെന്റ് എടുത്തെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് അത് കേൾക്കാതെയാണ് വർക്കല കോടതി കൊടുത്തിരിക്കുന്നത്. എന്റെ മരുമോളെ, എന്റെ മോനെ എന്തിനു കൊടുത്തു? എന്നിട്ട് അവൾ ആ വസ്തു കൊടുത്ത കാര്യം എന്ത്? അല്ലെങ്കിൽ 10 കൊടുത്തിട്ട് ഒരാഴ്ചയായി. മോമ്പാ ഞാൻ ആട്ടോക്കൂലി ഞാൻ കൊടുക്കാം. ആ വർക്കല എന്റെ വീടും ഇതും കൂടെ കണ്ടിട്ട് പോകും. ഞാൻ കിടക്കുന്ന റെയിലേ കുഴിയിലാണ്. ആ വസ്തുന്നും അവക്ക് 5 അതിന്റെ നേരെ പകുതി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കും? ഈ സാറ് പറയുന്ന ഭർത്താവിന് എന്റെ അച്ഛന്റെ ഓവരി അവക്ക് അവകാശമുണ്ടെന്ന് എന്തുകൊണ്ട് അവരിത് പറഞ്ഞു? ഞാൻ വിലയേറെയുള്ള വസ്തുവാണ് അവക്ക് എഴുതി കൊടുത്തത്. ഈ റെയിലോട്ടിന്റെ സാധനം ഞാൻ എങ്ങനെ അവക്ക് കൊടുക്കണം? ഒരെണ്ണോ നടപടി എടുത്തിട്ടല്ലേ അവര് ഇറങ്ങടിയെന്ന്. നീ നിന്റെ പീഡനം ഇവിടെ അടക്കൂലടിയെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയോ? പറഞ്ഞു.
ഇവിടെ ദാ നിൽക്കുന്നു ഈ പോലീസ്. പ്രശ്നപരിഹാരത്തിന് കോടതിയെ സമീപിക്കാനാണ് പോലീസ് ഇവരെ നിർദ്ദേശിക്കുന്നത്. പോലീസ് ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ചർച്ചകൾ ഒത്തുതീർപ്പിലെത്തിയില്ല. വാർദ്ധക്യത്തിൽ തുണയാകേണ്ട മക്കൾ മാതാപിതാക്കളെ തെരുവിലേക്ക് തള്ളുന്ന കാഴ്ചകൾ വർദ്ധിച്ചു വരികയാണ്. നിയമം പഠിപ്പിക്കേണ്ടവർ തന്നെ ഈ അമ്മയുടെ വേദനയ്ക്ക് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്നത് പ്രതിഷേധാർഹമാണ്. ഈ അമ്മയ്ക്ക് അർഹമായ നീതിയും സംരക്ഷണവും ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറാകണം. വിസ്മയ ന്യൂസ്, കിളിമാനൂർ.